ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ശനിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എബിയും ചേട്ടനും ഒക്കെ വീട്ടിലുണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ ഹോളിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനൊന്ന് എഴുന്നേറ്റ സമയത്ത് പിന്നീട് എനിക്ക് ഹോളിലോട്ട് വന്ന് കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചേട്ടനും എബിയും തന്നെ ഹോളിൽ കിടന്നു, ഞാൻ മുറിയിലാണ് കുറച്ച് നേരം കിടന്നത്. അതിനുശേഷം കുറച്ച് നേരം അവൻ്റെ അടുത്തൂടെ വന്ന് കിടന്നു കേട്ടോ. എങ്കിലേ ഞാൻ ഉണർത്തി അവ എഴുന്നേൽക്കത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കും. പിന്നെ ചേട്ടൻ ഇന്ന് പോകാത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ ജോലിക്ക് പോയ സമയത്തൊന്ന് ചെറുതായിട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടുവിന് നല്ല വേദന ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഇന്നൊരു യാത്രയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ആ യാത്ര കൂടെ പോകാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു കേട്ടോ, വേറൊരു ദിവസമേ പോകത്തുള്ളായിരുന്നു. ഇന്ന് എന്തായാലും ജോലിക്ക് പോകുന്നില്ല, അതുകൊണ്ട് എന്തായാലും അവിടെ കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അത് ഞാൻ വഴിയെ പറയാം കേട്ടോ എവിടെയാണെന്നുള്ള കാര്യം. അപ്പോൾ രാവിലെ പതുക്കെ തന്നെയാണ് എഴുന്നേറ്റ് കേട്ടോ, വലിയ തിരക്കൊന്നും ഇല്ലല്ലോ, എവിടെയും പോകേണ്ട ആർക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ താമസിച്ചാണ് എഴുന്നേറ്റ ഉടൻ തന്നെ ചായ ഇട്ടു കേട്ടോ. ചായ ഇട്ട സമയത്ത് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ കൂട്ടി കഴിച്ചു. എൻ്റെ പണ്ടത്തെ ഒരു ശീലമാണ് ഇങ്ങനെ ബിസ്ക്കറ്റും ചായയൊക്കെ കഴിക്കുന്നത്. കല്യാണത്തിന് ശേഷം ഞാൻ മുമ്പും കുറേ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ കല്യാണത്തിന് ശേഷം ഞാൻ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വിട്ടു കേട്ടോ. എന്നാലും ചായ കൂടി രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ചായ കൂടി അത് പതിവാണ്, അതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഉച്ചത്തേക്ക് മീൻ വാങ്ങിച്ചു. 3 വലിയ മീനൊന്ന് കറി വയ്ക്കാനും ആ കുഞ്ഞു മീൻ പൊരിക്കാനും വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അപ്പവും ദോശയും കടലക്കറിയും പിന്നെ തലേ ദിവസത്തെ സാമ്പാറും ഉണ്ട്. അന്ന് വെച്ച സാമ്പാറും തലേ ദിവസത്തെ സോയാബീൻസിൻ്റെ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എബി കഴിച്ച ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ കഴിച്ചത്. എബി നേരെ ട്യൂഷനിലോട്ട് പോയി കേട്ടോ. അവനെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ചേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ചെറിയൊരു സഹായമാണ് എനിക്ക്. എന്നാലും ചേട്ടന് വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു ജോലിയും ചെയ്യിപ്പിച്ചില്ല. ചേട്ടൻ ഫുൾ ടൈം ടിവിയും കണ്ട് അങ്ങനെ ഇരിപ്പായിരുന്നു. ചെറുതായിട്ടൊക്കെ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്ത് പോകുമെന്നല്ലാതെ വലുതായിട്ടൊന്നും പണിയെടുക്കാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തിരി പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ എന്നാൽ അതിനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ചെയ്യണം നല്ലതായിട്ട് വയ്യല്ലോ. പിന്നെ നമുക്കിന്ന് ഒരിടത്ത് വരെ പോകാനുണ്ടായിരുന്നു. അപ്പം ഈ ജോലിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നെ ചേട്ടന് ഭയങ്കരമായിട്ട് വയ്യാതാവും. പക്ഷേ അതിനേക്കാളും വലിയൊരു സംഭവം ഇന്ന് വീട്ടിൽ നടക്കുകയും ചെയ്തു കേട്ടോ. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന സംഭവമാണ്, അത് ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മീൻ കഴുകാനായിട്ടിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസ് അങ്ങനെ എടുത്തോണ്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ജോലി തീർത്തു കേട്ടോ. മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ വെച്ചു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഞാൻ അറിയാതെ റോഡിൻ്റെ സൈഡിലൊന്ന് ചെറുതായിട്ട് തീ ഇട്ടിട്ട് തൊട്ടടുത്തുനിന്ന് ആൻറ്റിയായിട്ട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. സംസാരിച്ച് തീർന്ന് ഒരു 5 മിനിറ്റ് പോലും ആയില്ല, അതിനു മുന്നേ അങ്ങ് ആ പറമ്പ് മൊത്തത്തിൽ അങ്ങ് തീ പിടിച്ചു. അപ്പോൾ പേടിച്ചു പോയെന്ന് പറഞ്ഞാൽ ഇതുപോലെ പേടിച്ചതുമില്ല. എന്താ വെച്ചാൽ തൊട്ടടുത്ത് കാറുണ്ടായിരുന്നു, ആ വാഴയിൽ അങ്ങ് അറിയാതെ തീ അങ്ങ് പിടിച്ചു പോയി. ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ട് കാറ്റാണ് എപ്പോഴും. ആ കാറ്റിൻ്റെ വേഗത കൊണ്ട് തന്നെയാണ് അവിടെ മൊത്തവും തീ പിടിച്ചു. പെട്ടെന്ന് തന്നെ ചേട്ടൻ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ട് ഒഴിച്ചൊക്കെയാണ് അത് അണച്ചത്. എന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഞങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആയ സമയത്ത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, ഇത് തീ അങ്ങ് പടർന്നു പോയത് ശ്രദ്ധിക്കാതെ വന്നതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. മറ്റേത് ഞങ്ങൾ വീടിൻ്റെ താഴെ വൃത്തിയാക്കിയ സമയത്ത് ഞാനും ചേട്ടനും കൂടെ നിൽപ്പുണ്ടായിരുന്നു. തീ കൂടുന്തോറും അതിന് മാറ്റി മാറ്റി വിട്ടുകൊണ്ടേയിരുന്നു കേട്ടോ. പക്ഷേ ഇത് എന്തായാലും ഒരു അബദ്ധമായിരുന്നു പറ്റിയത്. ഇതാ ഞങ്ങൾ 3 പേരുടെ യാത്ര പോകുമെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഉച്ചക്കടയാണ് പോകുന്നത് കേട്ടോ, അമ്മച്ചിയെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 2-3 തവണ പോയി കണ്ടു, എങ്കിലും എബി ഇതുവരേക്കും പോയി അമ്മച്ചിയെ കാണാനായിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എബിയും കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എബി ഇനിയിപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ വീട്ടിലോട്ട് പോവുകയാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാനും എബിയും കൂടെ വണ്ടിയിൽ നിന്ന് കുടിക്കാൻ വേണ്ടി ഒരു ബൂസ്റ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ 2 കൂടെ ഷെയർ ചെയ്ത് കുടിച്ചു കേട്ടോ. വീട്ടിലോട്ട് എത്തി ഞങ്ങൾ അമ്മച്ചിയെ കാണാൻ വേണ്ടിയിട്ട് അകത്ത് കയറി. ഞങ്ങൾ ചെന്ന സമയത്ത് അമ്മച്ചി നല്ല ഉറക്കമല്ല, ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ അമ്മ പതുക്കെ എഴുന്നേൽപ്പിച്ചിരുത്തി. പിന്നീട് എബിയായിട്ട് കുറച്ച് നേരം വരെ അമ്മച്ചി എന്തൊക്കെയോ അമ്മച്ചിയുടെ ഭാഷയിൽ കുറേ നേരം സംസാരിച്ചു. അമ്മച്ചിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞങ്ങൾ ആരാണെന്ന്. പേര് എല്ലാവർക്കും അറിയാം, പക്ഷെ മനസ്സിലാവുന്നില്ല. പിന്നെ ഭയങ്കര മഴയായിരുന്നു അവിടെ കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ചാമ്പയ്ക്ക അവിടെ തന്നെ നിൽക്കുന്നതാണ് കേട്ടോ. ചിലത് നല്ല പഴുത്താൽ മാത്രമേ മധുരമുള്ളൂ, പക്ഷേ ഇത് ചെറുതിലേ തന്നെ നല്ല മധുരമുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പൂവാറ് വന്ന സമയത്ത് ബീഫ് വാങ്ങി. നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ബീഫും വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ നേരെ വന്നത് വെങ്ങാനൂരാണ്. അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പപ്സ് വാങ്ങി. പിന്നെ കണ്ടപ്പോൾ ഒരു ലഡു വാങ്ങി, ഒരു പേട വാങ്ങി 2 ലഡു വാങ്ങി. ഇതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നത്.
ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എബിക്ക് ഒരു ഐസ്ക്രീം കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. എല്ലാ കടയും കയറുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ അതാ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു, പിന്നെ ചായ ഇട്ട് കേട്ടോ. ഈ വാഴയ്ക്കപ്പം ചേട്ടൻ്റെ അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ചേട്ടൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ട്, അപ്പോൾ അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഞങ്ങൾ അതുമായിട്ട് കഴിച്ചു. പിന്നെ വേറെ പ്രത്യേകിച്ച് വലിയ വിശേഷമൊന്നുമില്ല. അമ്മച്ചിയെ കാണാൻ പോയി, അതിനെ വലിയ കാര്യം. പിന്നെ ഈ തീ കത്തിച്ചത്, അയ്യോ, പിന്നെ ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. കാട്ടുതീ പോലെ തന്നെയാണ്. ഈ നാട്ടിലും എല്ലാവരും അറിഞ്ഞു. ഞങ്ങളെ വിളിച്ച് ചോദിച്ചവരുണ്ട്, കണ്ടപ്പോൾ ചോദിച്ചവരുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഫയർഫോഴ്സിനെ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടി കഴിഞ്ഞതിന് ശേഷം എൻ്റെ പതിവ് കാര്യമാണ് സാറ്റർഡേ ഉള്ളത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് മെഹന്തി ഇടുക. അപ്പോൾ മെഹന്തിയൊക്കെ ഇട്ടു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുക. നല്ല ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോസിനായിട്ടും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബായ്.